ഈ ബുൾജെറ്റ് 100 കിലോ അച്ചാർ ഉണ്ടാക്കിയത് വലിയ ചർച്ചയാണ് ഇപ്പോ. 900 ഗ്രാം അച്ചാറിന് 1200 രൂപ, ലോകത്ത് എവിടെയും ഇല്ലാത്ത വില. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ 400 ഗ്രാമിന് 600 രൂപ. അങ്ങനെ വലിയ രീതിയിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. പ്രധാനമായി പറയുന്നത് അവരുടെ നായയുടെ സ്പെഷ്യൽ ലോഗോയുള്ള അച്ചാറാണ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ആ ഒരു മസാലപ്പൊടികളിടയിൽ മഞ്ഞൾപ്പൊടി കാണിക്കുന്ന സമയത്ത് നിങ്ങൾ സൈഡിൽ കാണുന്നത് പോലെ അവരുടെ ഡോഗിന്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ മൂക്കളെ എടുത്തുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നു. അതുകൂടാതെ തന്നെ ഈ ബുൾജെറ്റ് ഫാമിലിയുടെ ഫാദർ ആയിട്ടുള്ള മനുഷ്യൻ മൂക്ക് എന്ന് ചീറ്റുന്നതൊക്കെ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിൽ ആ അച്ചാർ എന്ന് പറയുന്ന സാധനം ഫ്ലോപ്പായി എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ, ഹെൽത്ത് സർട്ടിഫിക്കേഷൻ ഒക്കെ വാങ്ങിക്കൊണ്ട് ഉണ്ടാക്കുന്നതോ വളരെ വൃത്തിഹീനമായ സ്ഥലത്ത് എന്നുള്ളതൊക്കെയാണ് കമന്റുകൾ. ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം കുളിക്കുകയില്ല, പല്ലിക്കുകയില്ല എന്നൊക്കെയാണ് കമന്റുകളിൽ. ഓക്കെ, നമ്മൾ ആ കമന്റുകളിലൂടെയും ആ വീഡിയോയിലൂടെയും ഒന്ന് കടന്നു പോകാം. ഒന്നാമത്തെ കാര്യം, അവരാദ്യം തന്നെ ഈ ഒരു പരസ്യം കാണിക്കുന്നുണ്ട്. അതായത് അവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന ആദ്യ സംരംഭമാണ്, അച്ചാറാണ്, എല്ലാവരും വാങ്ങണം. 900 ഗ്രാമിന് 1200 രൂപ. 1200 രൂപയുടെ ആ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു 100 ഗ്രാം ഫ്രീ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഒരു പരസ്യം തുടങ്ങുന്നു. പിന്നീട് അത് ഉണ്ടാക്കിയ കാര്യങ്ങളിലേക്ക് കടന്നതാണ് അവർക്ക് ഈ ഒരു ബിസിനസ് പൊളിയുന്നതിന്റെ ഏക ഒരു പണിയായിട്ട് കിടക്കുന്നത് എന്നുള്ളതാണ്. അവരാദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവർക്ക് വിനയായി എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം തന്നെ ഇവരുടെ അച്ഛൻ ചെയ്ത ഒരു കാര്യമാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവരെ വീഡിയോ എടുക്കുന്നതിന്റെ സൈഡിൽ നിങ്ങളൊരു സാധനം കണ്ടു, അതായത് മൂക്ക് ഇങ്ങനെ ചീറ്റി വിടുന്നത്. അതേ കൈകൾ കൊണ്ട് തന്നെ അവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ എല്ലാം കുഴയ്ക്കുന്നത് കണ്ടു. അതുകൂടാതെ തന്നെ ഈ ബുൾജെറ്റ് സഹോദരനിലെ കുറച്ച് തടിയുള്ള ആള്, പേരെനിക്കറിയില്ല, അദ്ദേഹം മൂക്ക് ഇങ്ങനെ നിങ്ങൾ സൈഡിൽ നിന്ന് കാണുന്നില്ല, അത് ചെയ്തതിനു ശേഷം വെളുത്തുള്ളി എടുത്ത് ഇങ്ങനെ കാണിക്കുന്ന ഒരു സാധനവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ പല ആളുകൾക്കും ജാസ്മിനെ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാൻ തോന്നും. ആ ഒരു സാധനം, ആ തുമ്മലാണെങ്കിലും ആ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ഓക്കെ, അതൊന്നും ഇവിടെ ചർച്ചയല്ല. ചർച്ചയാവുന്നത് ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന ആ ഒരു സഹോദരങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചാർ എന്ന കമ്പനിയുടെ പ്രശ്നമാണ്. കുടിൽ വ്യവസായം എന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാക്കുന്നു. അവർ 100 കിലോ ചിക്കൻ അച്ചാർ, നാരങ്ങ അച്ചാറൊക്കെയാണ് ഉണ്ടാക്കുന്നത് അല്ലെ. ആ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഭരണിക്ക് ചുറ്റും നിന്നും അവർ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പക്ഷെ അച്ചാർ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ കൃത്യമായി തലയിൽ ആ ഒരു ക്യാപ്പ് ഇടണം. അതുകൂടാതെ തന്നെ കൈകളിൽ ഗ്ലൗ ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മളിതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. കൃത്യമായി അത്തരം വൃത്തിയുള്ള കാര്യങ്ങൾ എല്ലാം പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ അതൊന്നും രണ്ടുപേരും ചെയ്യുന്നില്ല. രണ്ടുപേരും എന്നല്ല, അതിൽ ചുറ്റും കൂടി നിൽക്കുന്ന ആരും ചെയ്യുന്നില്ല. ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് ഞാനും എന്റെ സഹോദരനും എന്റെ അച്ഛനും എന്ന് പറയുന്നു. നാലാമതൊരാള് ഇവർക്ക് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ വന്ന ഒരു ദേഹന്നക്കാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പോലും പറയുന്നില്ല. അദ്ദേഹം മാറ്റി നിർത്തപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ഈ ഒരു ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ആ ഒരു ചിക്കൻ കഴുകുന്നത് അച്ഛൻ അതേ കൈകൾ കൊണ്ട് തന്നെയാണ്. ആ ഒരു നഗ്ന ആ ഒരു ഹാൻഡുകൾ കൊണ്ട് അത് കിഴകുന്നു, അത് ഇടുന്നു. മൂക്ക് പിഴിഞ്ഞത് നിങ്ങൾ കണ്ടു. അതുകൂടാതെ തന്നെ ഇദ്ദേഹം മൂക്കിൽ കൈയിടുന്നത് നിങ്ങൾ കണ്ടു. ഓക്കെ, അതിനിടയിൽ പരിചയപ്പെടുത്തി തരുന്നത് ഇതാണ് ഇത് ഉണ്ടാക്കാനുള്ള ചേരുവകൾ. അതിനിടയിൽ നായയുടെ പാദം ചേർന്നുകൊണ്ടുള്ള ഒരു ബൗളില് മഞ്ഞൾ പൊടി ഇരിക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതെന്താണെന്ന് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അച്ചാറിൽ ആ ഒരു ഡോഗ് ഇങ്ങനെ കൈകൊണ്ട് വെച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നത് അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഞാൻ ആ ഒരു അച്ചാർ ഉണ്ടാക്കാൻ എടുത്ത അതേപോലത്തെ ഒരു ബൗളില് മഞ്ഞൾപ്പൊടി നിറച്ചുകൊണ്ട് ആ മഞ്ഞൾപ്പൊടി എന്റെ കൈകൾ കൊണ്ട് എടുക്കുമ്പോൾ കണ്ട ഒരു പാടാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, അത് ഒരു മനുഷ്യന്റെ വിരൽപ്പാടുകളാണ് എന്ന് തെളിയിക്കാൻ ഇതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഡോഗ് ആണെങ്കിൽ ഡോഗിന്റെ നഖത്തിന്റെ ഒരു പാട് കൂടെ നിങ്ങൾ അതിൽ കാണണം. എന്റെ നഖങ്ങൾ അല്ലെ, എന്റെ നഖങ്ങൾ അതിൽ പതിഞ്ഞതായി ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡോഗ് തൊട്ടാൽ അപ്പൊ എത്രത്തോളം ഉണ്ടാവും? കൃത്യമായിട്ട് ആ പാടുണ്ടാവും. വീട്ടിൽ നായ്ക്കളെ വളർത്തുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇതൊരു സാധ്യത മാത്രമാണ്. അത് എന്റെ മാത്രം ഒരു കണക്കൂട്ടലാണ്. ഞാൻ പല പൊടികൾ എടുത്തു നോക്കി. അതിലൊന്നും വ്യത്യസ്തമായി മഞ്ഞൾപ്പൊടിയിൽ, മുളക് പൊടിയിലും ഇങ്ങനെയാണ് എന്റെ വിരൽപ്പാടുകൾ കണ്ടത്. മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ കാണിച്ചു, മുളക് പൊടി എടുത്താൽ എന്നെ അടിച്ചു കൊള്ളും. അതുകൊണ്ട് ഞാൻ തിരിച്ച് പെട്ടെന്ന് അവിടെ തന്നെ വെച്ചു. മഞ്ഞൾപ്പൊടി കട്ട് കൊടുന്ന് ചെയ്തതാണ് ഗൈസ്. ഓക്കെ, അപ്പോ അവർ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ ഡോഗ് വളർത്തുന്നതാണ്, ചിലപ്പോൾ തൊട്ടതാകാം. ഞാൻ ആരും ന്യായീകരിക്കാനോ ഇതാക്കാനോ ചെയ്യുന്നില്ല. കരിവാരി തേക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന ഈ സഹോദരന്മാർ ഉണ്ടാക്കുന്ന അച്ചാർ നിങ്ങളുടെ താല്പര്യമാണ് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുന്നത് അല്ലെ.
അപ്പോൾ കൃത്യമായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്ത് വന്ന ആളുകളാണ്, ഒരു ലോക്കൽ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന ആളുകളാണ്. വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് എന്ന് അലങ്കാരമായി കൊണ്ടുകിടക്കുന്ന രണ്ടാളുകളാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുപോയ രണ്ടാളുകളാണ്. അതിനിടയിൽ ഒരു അച്ചാർ ഉണ്ടാക്കി ആ ഒരു അച്ചാറും പ്രശ്നങ്ങളിലേക്ക് തന്നെ വഴി തെളിച്ചു എന്നുള്ളതാണ്. മഞ്ഞൾപ്പൊടിയിൽ കണ്ട ആ നായയുടെ കാൽപാദമാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അച്ഛൻ അവിടെ മൂക്ക് ചീറ്റിയതിനു ശേഷം ചിക്കൻ ഇങ്ങനെ ഇളക്കുന്നത് കാണുന്നു, മറ്റുള്ള പച്ചക്കറി സാധനങ്ങൾ തൊടുന്നതിൽ കാണുന്നു. അതുകൂടാതെ തന്നെ ഇബുൾ ജെറ്റിലെ ആ ഒരു തടിയുള്ള മനുഷ്യൻ, പേരറിയില്ല, അദ്ദേഹം മൂക്കിൽ കൈയിടുന്നതും കണ്ടു. വൃത്തി ഒരിക്കലും ഇല്ലാത്ത മനുഷ്യന്മാര് എന്ന രീതിയിൽ കമന്റുകൾ കാണുന്നു. വൃത്തിയില്ലാത്ത ഈ മനുഷ്യന്മാർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പല രീതിയിലും അവരെ അവഹേളിക്കുന്നത് കാണുന്നു. ശരിക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ ശരിയാണ് എന്ന് എനിക്കും തോന്നി. അത്തരം പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു വൃത്തി കൊണ്ടുവരിക. ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഇവർ സർട്ടിഫിക്കേഷൻ ആവശ്യമായി അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സ്ഥാപനം എവിടെയാണ് എന്ന് പരിശോധിക്കുന്ന ഒരു ചുമതല ആ പഞ്ചായത്തിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പഞ്ചായത്ത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കല്യാണത്തിന് വാടകയ്ക്ക് എടുക്കുന്ന കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ വെച്ച് അതിന് മുന്നിൽ അതിന് മുകളിലൊക്കെയാണ് സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുള്ളത്. ഉരുളിയെല്ലാം വാടകയ്ക്ക് എടുത്ത് കൊടുത്ത് വന്ന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 100 kg ഉണ്ടാക്കിയിട്ട് അത് വിറ്റ് വിൽപ്പന നടത്തുകയാണെങ്കിൽ പിന്നെയും തുടരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്താൽ തോന്നുന്നു. എന്തായാലും വലിയ വലിയ യൂട്യൂബർമാരൊക്കെ അത് എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട്. ഞാൻ ആറട്ടെണ്ണം എന്ന് പറയുന്നത്, ഞാൻ അരിയണ്ണന്റെ വീഡിയോ, സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ആണ് ആദ്യമായി കാണുന്നത്. ഞാനത് സാധാരണ നിലയ്ക്ക് അത് കണ്ടു, എന്നും കാണുന്നതാണ്, അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോ ഞാൻ കാണും. കാണുന്നതിനിടയിൽ ജസ്റ്റ് ഒരു സാധാരണ നിലയ്ക്ക് അത് ഒഴിവാക്കിയാണ്. പക്ഷെ പിന്നീട് ഇന്നത്തേക്ക് ആവുമ്പോഴേക്കും വലിയ രീതിയിൽ എല്ലാവരും അത് ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. അതാവണം എന്ന് ഉറപ്പൊന്നുമില്ല. കൈകൾ കൊണ്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി അതൊക്കെ ഒരു ബൗളിൽ നിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പാടാണ് ഉണ്ടാവുക. ഡോഗ് അങ്ങനെ എടുക്കുകയാണെങ്കിലോ ഡോഗ് അതിൽ കൈ വെക്കുകയാണെങ്കിലോ ഇത്തരം രീതിയിലാവുകയില്ല. പകരം അതിന്റെ നഖം വീഴും. അല്ലാത്ത പക്ഷം ആ ഡോഗ് കൈ വെക്കുമ്പോൾ അത് എടുക്കുന്നതിന് സമയത്ത് അതെല്ലാം പറന്നു പോകാനാണ്. കൃത്യമായി സീല് പതിച്ചതുപോലെ ആവണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ കറക്റ്റ് ആവും. നോക്കിയോ, ഇങ്ങനെ എടുക്കുമ്പോൾ മുകളിലോട്ട് ആ വിരലുകൾ പൊന്തുന്നു. ഡോഗ് എടുക്കുമ്പോൾ ഇങ്ങോട്ട് വലിക്കുക, നേരെ മുകളിലോട്ട് എടുക്കില്ല. ചില ആളുകൾ പറഞ്ഞത് സീല് പോലെ വെറുതെ ഡോഗിനെ കൊണ്ട് വെപ്പിച്ചാവും. സാധ്യത വളരെ കുറവാണ്. വൃത്തിയില്ല എന്നുള്ള കാര്യം ഞാനും സമ്മതിക്കുന്നു. ആ ഒരു രീതിയിൽ ആ ഒരു പശ്ചാത്തലത്തിൽ അത് ഉണ്ടാക്കിയത് ശരിയായില്ല എന്ന് തന്നെ ഞാനും ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ ശരിക്കും വീഴ്ച പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങളിത് ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് നിങ്ങൾ വാങ്ങണം എന്നുള്ള ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടി ചെയ്തതുപോലെ ഒരു പരസ്യം എന്നോണാണ് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഈബുൾ ജെറ്റ് എന്ന് പറയുന്ന ആ ഒരു ടീംസിന്, സഹോദരന്മാർക്ക് പണി കിട്ടി. അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാരും പൊങ്കാല ഇടരുത്. ഞാനും ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. വൃത്തി എന്നൊരു സാധനം എന്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ നിർബന്ധമായി വേണം. എന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ അത് കൈകൊണ്ടൊക്കെ കുഴച്ചിട്ടൊക്കെ തന്നെയാണ് പലപ്പോഴും ഉണ്ടാക്കാറ്. നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇത് ആയിരക്കണക്കിന് ആളുകൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത്തരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ദയവ് ചെയ്ത് ഈബിൾ ജെറ്റ് സഹോദരന്മാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കയ്യിൽ ഗ്ലൗസ് ധരിക്കുക. തലയിൽ നിന്ന് മുടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ ഒരു ഹെയർ ക്യാപ്പ് വെക്കുക. അതുകൂടാതെ തന്നെ ഈ ഒരു പാത്രത്തിന്റെ മുന്നിൽ നിന്ന് വലിയ രീതിയിൽ കലബല എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഉമിനീര് ഗ്രന്ഥി അതിലേക്ക് വീഴുന്നുണ്ട്. ഈ ഗ്രന്ഥിയല്ല, ഉമിനീരും അതിലേക്ക് വീഴുന്നുണ്ട് എന്നൊരു കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊക്കെ മാസ്ക് വെച്ച് ചെയ്യുക. പിന്നെ ഇത്തരം വീഡിയോ ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുക. ഇപ്പൊ ഒരു കുടിൽ വ്യവസായം എന്ന രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു കുടിൽ വ്യവസായത്തിന് ആദ്യമായി വേണ്ടത് ഒരു ബിൽഡിംഗ് നമ്പർ വേണം. കൃത്യമായിട്ട് അത് പഞ്ചായത്തിൽ നിന്നും വെരിഫിക്കേഷന് വരും. അത് കൃത്യമാണോ എന്ന് അന്വേഷിക്കും. വൃത്തിയുടെ കാര്യം അന്വേഷിക്കും. എന്നതിന് ശേഷമേ ഇത്തരം സർട്ടിഫിക്കേഷനുകൾ കിട്ടുകയുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെ കിട്ടി എന്നൊന്നും എനിക്കറിയില്ല. എന്തോ ആവട്ടെ, നിങ്ങളുടെ ബിസിനസ് നല്ലപോലെ പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൃത്തിയുടെ കാര്യം കൃത്യമായി നോക്കിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീഡിയോ തന്നെയാണ് ഇവിടെ തെളിവായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ഇട്ട് തന്നിട്ടുള്ളത്. അതിൽ കുറെ കാര്യങ്ങളൊക്കെ എനിക്കും ശരിയാണെന്ന് തോന്നി. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് വിഡ്ഢിത്തരങ്ങളുണ്ട് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ. ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതുവരെയും സന്ദീപ് സൈനിങ്.